സ്വാമിയെ ശരണമയ്യപ്പ. സ്വാമി ശരണം. ഇനി ശരണം വിളിയുടെ നാളുകളാണ്. മണ്ഡലകാലോത്സവത്തിനായി ശബരിമല നട നാളെ തുറക്കും. ഇന്ന് വൈകുന്നേരം തുറക്കും. ഇന്ന് വൈകുന്നേരം തുറക്കും. ഇത്തവണ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഭക്തർക്ക് ഒരുക്കിയിട്ടുണ്ടോ? ചില ട്രോളുകളൊക്കെ എവിടെയൊക്കെ കേൾക്കുന്നു. ഇത്തവണ ഇരുമുടിക്കെട്ടുമായി പിണറായി വിജയൻ ശബരിമലയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇത് മുൻകൂട്ടി അറിഞ്ഞ അയ്യപ്പൻ ഇറങ്ങി ഓടാനും സാധ്യതയുണ്ടെന്ന്. അതൊരു തമാശയ്ക്കാണ് പറഞ്ഞതെങ്കിൽ പോലും ഇത്തവണ ഒരു കരുതൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അയ്യപ്പനോട് കാണിക്കുമോ? കഴിഞ്ഞ ശബരിമല സീസണുകളെല്ലാം വിവാദത്തിൻ്റെതായിരുന്നു. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ്, നിലയ്ക്കൽ നിന്ന് വാഹനങ്ങളൊന്നും പമ്പയിലേക്ക് കടത്തിവിടുന്നത്. അവിടെ പാർക്കിങ്ങിന്റെ പ്രശ്നങ്ങളുണ്ട്. പ്രളയത്തിന് ശേഷം മണിക്കൂറുകളോളം ആളുകൾ ക്യൂ നിൽക്കുന്നു. വാഹനങ്ങളിൽ തിക്കും തിരക്കും അതിഭീകരമായി ഉണ്ടായി. അയ്യപ്പ ശാപം ഉണ്ടായിരിക്കുന്നു. കെ രാധാകൃഷ്ണൻ അവിടെ പോയി ബസ്സിൽ യാത്ര ചെയ്തൊക്കെ അതിന് തിരിച്ചു മറുപടി ഇടാനൊക്കെ ശ്രമിച്ചു. കെ ബി ഗണേഷ് കുമാറിന് അവിടെ പ്രത്യേക ചുമതല അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൊടുക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കഴിഞ്ഞ തവണ കണ്ടതാണ്. ഇതിനു മുമ്പൊക്കെ പറയാൻ അവർക്ക് പ്രളയത്തിൻ്റെയും കൊറോണയുടെയും ഒക്കെ കാരണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തവണ കാരണങ്ങളൊന്നുമില്ലാത്ത ഒരു മണ്ഡലകാലമാണ്. നമ്മളാരും സന്നിധാനത്ത് പോയി അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളെ വിലയിരുത്തിയിട്ടില്ല. പക്ഷേ അവിടെ ജോലിയുടെ ഭാഗമായുള്ള മാധ്യമ പ്രവർത്തകരുമായി നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തകൃതിയിൽ അവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മണ്ഡലകാലം ആരംഭിക്കുന്നു. നാളെ വൃശ്ചികം 1 അയ്യപ്പന്മാർ ഒഴുകിയെത്താൻ തുടങ്ങുകയാണ്. പക്ഷേ ഇതുവരെയും അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സർക്കാർ പൂർണ്ണ തോതിൽ വിജയിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇത് പറയുമ്പോൾ ആരും സർക്കാരിനെ കുറ്റം പറയുകയാണ് എന്ന് കരുതരുത്. വ്രതമെടുത്ത് 41 ദിവസം വ്രതമെടുത്ത് അയ്യപ്പനെ കാണാൻ കഠിന വ്രതമെടുത്ത് എത്തുന്ന ഭക്തർക്ക് ഏതൊക്കെ തരത്തിലുള്ള രീതിയിലാണ് സർക്കാരിലേക്ക് ഈ ഭക്തരിൽ നിന്ന് വരുമാനം എത്തുന്നത് എന്ന് ചിന്തിക്കണം. അപ്പോൾ സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും ഏറ്റവും വലിയ വരുമാന സ്രോതസ്സ് എന്ന നിലയിൽ ഞാൻ പറയുന്നത് അവിടുത്തെ കാണിക്കയിലിടുന്ന പണമല്ല. അവിടുത്തെ കാണിക്കയിലിടുന്ന പണം ദേവസ്വം ബോർഡിനാണ് പോകുന്നത്, സംസ്ഥാന സർക്കാരിനല്ല. അത് നമുക്കറിയാം. എങ്കിൽ പോലും ഏതൊക്കെ തരത്തിലാണ് KSRTCയുടെ സുവർണ്ണ കാലഘട്ടങ്ങളുടെ ദിനങ്ങളാണ് കടന്നു വരാൻ പോകുന്നത്. അത്തരത്തിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും പണം ഒഴുകിയെത്താൻ പോകുന്ന ദിനരാത്രങ്ങൾ ഒഴുകിയെത്തുമ്പോൾ അവിടേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ്. നമ്മൾ കണ്ടതാണ്, പല ഘട്ടങ്ങളിലും ചെല്ലുമ്പോൾ, ഈ ആദ്യ ദിനങ്ങളിൽ ചെല്ലുമ്പോൾ പമ്പയിൽ വിരിവെക്കാനുള്ള ഇടമില്ല. ആ മഹാപ്രളയം തീർത്ത കെടുതികൾ പമ്പയിൽ ഉണ്ടായിട്ടുണ്ട്. വിരിവെക്കുന്ന വലിയ പന്തലുകളെല്ലാം പ്രളയം കൊണ്ടുപോയതാണ്. പ്രളയം അവശേഷിപ്പിച്ചു പോയ മണൽത്തിട്ടകൾ, അതിനുശേഷമുണ്ടായ മണൽ നീക്ക വിവാദങ്ങൾ ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ നോക്കൂ, ഈ 1ാം പിണറായി സർക്കാരിന് ഏറ്റവും വലിയ രീതിയിൽ അടിപതറിയ ശബരിമല സ്ത്രീ പ്രവേശനം അടക്കമുള്ള വിഷയങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ പേരുദോഷം മാറ്റിയെടുക്കാൻ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു തീർത്ഥാടന കാലം ഭക്തർക്ക് വേണ്ടി ഒരുക്കി കൊടുത്താൽ അത് സംസ്ഥാന സർക്കാരിന് വലിയൊരു ഇമേജിൽ ലഭിക്കുന്ന ഒന്ന് തന്നെയാണ്. സാമ്പത്തിക പ്രതിസന്ധിയാണോ എന്താണെന്ന് അറിയില്ല. ഇപ്പോഴും അവിടെ പണികൾ ഇഴഞ്ഞു നിൽക്കുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങളൊന്നും അവിടെ റെഡി ആയിട്ടില്ല എന്നാണ് അവിടെ നിന്നുള്ള മാധ്യമ പ്രവർത്തകർ പറയുന്നത്. എങ്കിൽ പോലും അയ്യപ്പനെ കാണാൻ നോമ്പ് നോറ്റെത്തുന്ന ഭക്തജനങ്ങൾ അതെല്ലാം മറന്ന് ഭക്തിപുരസരം അയ്യപ്പനെ തൊഴുത് മടങ്ങിപ്പോകും. അവർക്ക് പരാതികളുണ്ടെങ്കിലും ആ പരാതികൾ കലിയുഗ വരദ ദർശനത്തിൽ ആ പരാതികൾ അവർ മറന്ന് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശബരിമലയിൽ ഇന്ന് നട തുറക്കുമ്പോൾ വിർച്വൽ ക്യൂ സംവിധാനങ്ങളെല്ലാം ബുക്ക് ചെയ്തിരിക്കുന്നു. നവംബർ മാസത്തിലെ മുഴുവൻ ദിനങ്ങളിലേക്കുമുള്ള വിർച്വൽ ക്യൂകളും ബുക്ക് ചെയ്തിരിക്കുന്നു. 70,000 പേർക്കാണ് വിർച്വൽ ക്യൂവിലൂടെ ഒരു ദിവസം അവിടെ ദർശനം അനുവദിക്കുന്നത്. ഒപ്പം തന്നെ പമ്പയിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് 10,000-ഓളം പേർക്ക് വേണ്ടി അവിടെ നിന്ന് സ്പോട്ട് ബുക്കിംഗ് സംവിധാനങ്ങളുമുണ്ട്. അതിൽ ഏറ്റവും ഭക്തജനങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നിങ്ങളൊരു വിർച്വൽ ക്യൂ സംവിധാനത്തിൽ ഒരു ദിവസം ബുക്ക് ചെയ്തു എന്നിരിക്കട്ടെ, ആ ദിവസം എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോട് നിങ്ങൾക്ക് ദർശനം നടത്താൻ സാധിക്കാത്ത പക്ഷം ആ വിർച്വൽ ക്യൂ സംവിധാനത്തിൽ നിങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്ന ബുക്കിംഗ് ക്യാൻസൽ ചെയ്യണം. ഇല്ലെങ്കിൽ വീണ്ടും വിർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് ദർശനം ലഭിക്കില്ല. ഒരു തവണ നിങ്ങൾ ബുക്ക് ചെയ്ത് അവിടെ പോകാൻ സാധിക്കാതെ വരുന്ന പക്ഷം ആ വിർച്വൽ ക്യൂ സംവിധാനം ക്യാൻസൽ ചെയ്യാൻ മറക്കരുത്. എന്ത് തന്നെയായാലും അതിനോടൊപ്പം തന്നെ പറയണം, KSRTC വലിയ ഒരുക്കങ്ങൾ ഈ ശബരിമല മണ്ഡല മകരവിളക്ക് ഉത്സവവുമായി ബന്ധപ്പെടുത്തി, അല്ലെങ്കിൽ ഈ ശബരിമല സീസണുമായി ബന്ധപ്പെടുത്തി KSRTCയും വലിയ ഒരുക്കങ്ങൾ ഒരുക്കിയിരിക്കുന്നു. എല്ലാ ഭാഗത്തു നിന്നും പമ്പയിലേക്കുള്ള സർവീസുകൾ. എന്തായാലും KSRTCയുടെ ഭാഗത്തു നിന്നൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ വഴിയില്ല. കാരണം കെ വി ഗണേഷ് കുമാറാണ് മന്ത്രി. കെ വി ഗണേഷ് കുമാറിന് അറിയാം ഇതൊരു പേരുദോഷം എന്തെങ്കിലും പാളിച്ച KSRTCക്കുണ്ടായാൽ കെ വി ഗണേഷ് കുമാറിന് ഒരു വലിയ പ്രശ്നമായി മാറുമെന്നറിയാം. അദ്ദേഹം കൃത്യമായ സ്റ്റാഫുകളുടെയും ബസ്സുകളുടെയും മുൻകൂട്ടി തന്നെ ഒരുപാട് ബസ്സുകൾ KSRTC വാങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യും. ഈ ഒരു സീസണിലൂടെ KSRTCക്ക് വരാൻ പോകുന്ന വരുമാനം കൊണ്ട് ഒരുപക്ഷെ ഇപ്പോഴും KSRTCയിലെ ജീവനക്കാർ
ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും ഒക്കെ പ്രശ്നത്തിലാണ്. ഇതൊക്കെ പുറമോടിയിൽ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഉള്ളിലെ പ്രശ്നങ്ങൾ വളരെ വലുതാണ്. അതൊക്കെ പരിഹരിക്കാൻ കഴിയും എന്നൊരു വലിയ അയ്യപ്പ അനുഗ്രഹം കൂടി ചിലപ്പോൾ അവിടെ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ കെ വി ഗണേഷ് കുമാർ പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ പ്രധാന ചെയ്യുന്ന എംഎൽഎയാണ്. തൊട്ടപ്പുറത്താണ് ഈ പറയപ്പെടുന്ന കോന്നിയും ശബരിമലയും ഒക്കെ കിടക്കുന്നത്. അദ്ദേഹത്തിന് എപ്പോഴും ഓടിയെത്താൻ കഴിയുന്ന മേഖലകളാണ്. കഴിഞ്ഞ തവണയും അവിടെ KSRTCയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ആന്റണി രാജു മന്ത്രിയായിരിക്കുമ്പോൾ പോലും കെ വി ഗണേഷ് കുമാർ അവിടെ വിളിച്ച യോഗങ്ങളും ഈ ചർച്ചകളുമൊക്കെ ഏറെ ശ്രദ്ധേയമായതാണ്. കൃത്യമായി ഉദ്യോഗസ്ഥരെയൊക്കെ നിലയ്ക്ക് നിർത്തി ഒരു കുഞ്ഞു ഷോയൊക്കെ കാണിച്ച് ഈ പരിപാടി വലിയ വിജയമാക്കാൻ അറിയാവുന്ന ആളാണ് കെ വി ഗണേഷ് കുമാർ. അദ്ദേഹത്തിൻ്റെ കൃത്യമായ ഇടപെടലുകൾ KSRTCയുടെ ഭാഗത്തുണ്ടാകും. യാത്രാ ദുരിതം അവിടെ മാറും. പിന്നെ അതുപോലെ ഈ മലയോര ഹൈവേയുടെ പണികളൊക്കെ നടക്കുന്നതുകൊണ്ട് കഴിഞ്ഞ തവണയും മുമ്പത്തെ തവണയും ഒക്കെ ഈ തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന റോഡ് മാർഗം എത്തുന്ന ഭക്തജനങ്ങൾക്ക് അവിടെ യാത്രാക്ലേശം ഉണ്ടായിരുന്നു. പല ഭാഗങ്ങളിൽ ആ പുനലൂർ മൂവാറ്റുപുഴ പാതയുടെയൊക്കെ പണി നടക്കുകയായിരുന്നു. ഇപ്പോൾ പണി പൂർണ്ണമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ റോഡ് മാർഗം ഞാൻ ഈ അടുത്ത ദിവസം ഒന്ന് പമ്പയ്ക്ക് അടുത്ത് വരെ പോയി വന്നതാണ്. പത്തനംതിട്ടയിൽ നിന്ന് വെറുതെ ഒരു ഡ്രൈവിൻ്റെ ഭാഗമായി വെറുതെ പോയി വന്നതാണ്. റോഡൊക്കെ വളരെ മനോഹരമായി തന്നെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഇത്തവണ ചെയ്തതല്ല എങ്കിൽ പോലും ഈ പമ്പയിലെയും സന്നിധാനത്തെയും ശരണ വഴിയിലെയും ഒക്കെ അടിസ്ഥാന സൗകര്യങ്ങളില്ലായ്മ വലിയ രീതിയിലൊരു ബുദ്ധിമുട്ട് ആളുകൾക്കുണ്ടാക്കുന്നു. അതിൽ നിന്ന് ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കഴിഞ്ഞ മാസത്തിൽ മാസം തൊഴിലിന് വേണ്ടി ഭക്തജനങ്ങൾ മല ചവിട്ടുന്ന സമയത്ത് KSEBയിൽ എന്തോ ഒരു പ്രശ്നമുണ്ടായിട്ട് മുഴുവൻ കരണ്ടും പോകുന്ന ഒരവസ്ഥ രാത്രിയിൽ ഉണ്ടായിരുന്നു. അത് ഭക്തജനങ്ങളെ ഏറെ വലച്ചിരുന്നു. മൊബൈൽ ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ കരിമലയും നീലിമലയും ഒക്കെ ചവിട്ടി ഭക്തജനങ്ങൾ ശബരിമലയിലേക്ക് എത്തേണ്ടുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കട്ടെ. എന്തായാലും ആരോഗ്യവകുപ്പും റവന്യൂ വകുപ്പും വനം വകുപ്പും ഗതാഗത വകുപ്പും അങ്ങനെ തുടങ്ങി എല്ലാ വകുപ്പുകളും ഒറ്റക്കെട്ടായി നിന്ന് ശബരിമല സീസണെ വരവേൽക്കാൻ ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് അവിടെ മുന്നോട്ട് പോകുന്ന കാഴ്ച ശബരിമലയിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ തകൃതിയിലൂടെ പണികൾ നടക്കുന്നുണ്ട്. ഇത് 1-ാം തീയതിക്ക് മുമ്പ് തീർക്കേണ്ടതായിരുന്നു. എന്നാലും മലയാള മാസവും വൃശ്ചിക മാസം ഒരു 10 ആകുമ്പോഴേക്കും ഈ പണികളെല്ലാം പൂർത്തീകരിച്ച് ഭക്തജനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകും. പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ മണ്ഡലകാലമാണ്. അവരും അതിനെ വളരെ സീരിയസ് ആയി നോക്കിക്കാണുന്നു. ഈ ശബരിമല സീസണിലൂടെ അയ്യപ്പ ഭക്തന്മാരുടെ ദർശന പുണ്യം കൊണ്ട് മനസ്സ് നിറയുന്നതിനോടൊപ്പം സംസ്ഥാന സർക്കാരിന്റെ ഖജനാവ് നിറയട്ടെ. ഇവിടുത്തെ ഇല്ലായ്മകളും പോരായ്മകളും എല്ലാം ഉണ്ടാകട്ടെ. അയ്യപ്പന്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പൊ നടക്കുന്ന വിവാദങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങാനും സ്ത്രീകളെ ശബരിമലയിൽ കയറ്റിയതിൻ്റെ ഒക്കെ പാപവും ശാപവും ഒക്കെ തീരാനും പിണറായി വിജയൻ തിരുമുടിക്കെട്ടുമേ കമ്മ്യൂണിസ്റ്റുകാർക്ക് ദൈവം പിന്നെ ദൈവവിശ്വാസികളൊക്കെ വെറുതെ ട്രോളന്മാർ പടച്ചുവിടുന്ന കാര്യമാണ്. എന്തായാലും പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ആരോഗ്യമൊക്കെ നമുക്കറിയാം. ശബരിമല സന്നിധാനത്തേക്ക് എത്തുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. എത്തിയാൽ പോലും ഈ പറയപ്പെടുന്ന ഇരുമുടിക്കെട്ടുമായി ഭക്തന്റെ രൂപത്തിൽ അദ്ദേഹം എത്തില്ല. ഗുരുവായൂരിൽ പോയിട്ട് ഇരിക്കുന്നതാണോ ദൈവമെന്ന് ചോദിച്ച ആളാണ്. എന്തായാലും അദ്ദേഹമായിരിക്കും ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിലെ ഏറ്റവും വലിയ ഭക്തൻ. മനസ്സുകൊണ്ട് ഈശ്വര എന്ന് വിളിച്ചില്ലെങ്കിൽ പോലും നിരീശ്വരവാദികളാണ് ഏറ്റവും വലിയ. 10 തവണ ചിലപ്പോൾ ഇരുമുടി കെട്ടുമേന്തി ശബരിമലയിൽ പോയിട്ടുണ്ടാവും മനസ്സുകൊണ്ട്. എന്തായാലും നമുക്കറിയാം ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് മുന്നിൽ നിന്ന് SP ശ്രീജിത്തൊക്കെ പോയി അവിടെ ഉള്ളുരുകി പ്രാർത്ഥിച്ചതൊക്കെ നമുക്കറിയാം. എന്തായാലും പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഭക്തജനങ്ങൾക്ക് ദർശന പുണ്യം ലഭിക്കട്ടെ. നല്ലൊരു മണ്ഡലകാലം ആശംസിക്കുകയാണ്. എന്തായാലും വ്രതം ആരംഭിക്കണം. നാളെ മുതൽ വ്രതം ആരംഭിക്കണമെന്ന് വിചാരിക്കുന്നു. അയ്യപ്പനെ കാണാൻ ഞാനും പോകുന്നുണ്ട്. ഉറപ്പായും ഞാനും പോകുന്നുണ്ട്. ഞാൻ എല്ലാ മാസം തൊഴിലിൽ പോയിക്കൊണ്ടിരുന്ന ആളാണ് കൊട്ടാരക്കരയിൽ താമസിക്കുന്ന സമയത്ത്. എന്തായാലും ഇത്തവണ നാളെ വൃശ്ചികം 1 നാളെ മുതൽ വ്രതം ആരംഭിക്കുകയാണ്. വ്രതം ആരംഭിച്ച് ഞാനും ശബരിമലയിലേക്ക് പോകുന്നുണ്ട്. എല്ലാവർക്കും നല്ലൊരു മണ്ഡലകാലം ആശംസിക്കുന്നു. തീർച്ചയായിട്ടും.